റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. വേറെ എങ്ങോട്ടല്ല, എക്സിബിഷൻ കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി, കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് എക്സിബിഷൻ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇതാണ് എക്സിബിഷൻ്റെ എൻട്രൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഇനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിൻ്റെ അവിടെ ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ബെഡ്ഷീറ്റ് തന്നെ ഇത് തന്നെയാണ് എല്ലാ കൊല്ലും ഇവിടെ ഉള്ളത്, അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അതേ ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് ഇതേ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതേ ടോയ്സ്, പല ടോയ്സുകളുണ്ട്, മാല, വള, എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഇത് പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ സ്റ്റക്ക് ആവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മരത്തിനെ കൊണ്ടുള്ള പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കപ്പിൻ്റെ സെക്ഷനായിരുന്നു, ഇതേ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ വെച്ചിട്ടുണ്ട്, പല ഡ്രസ്സുകളുണ്ട്. പിന്നെ ഇത് രാജസ്ഥാനി അങ്ങനത്തെ പോലുള്ള ചെരുപ്പുകളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ എക്സിബിഷന് പോയിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടോളൂ കേട്ടോ. മെയ് ലാസ്റ്റ് വരെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇത് പിന്നെ പഴയകാല ഓർമ്മകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന മിഠായികൾ, അങ്ങനെ അതൊക്കെ കണ്ട് ഡ്രസ്സൊക്കെ കണ്ട് നടക്കന്നെ. അപ്പോൾ അവർ എൻ്റെ ഇടയിൽ സ്റ്റെക്കായിട്ടാണ്, വേറെ നല്ലത്. ഞാൻ നോക്കുമ്പോൾ വാച്ചൊക്കെ മേടിച്ച് കെട്ടി അതൊക്കെ സെറ്റായിട്ടുണ്ട്. അതെ പലഹാരങ്ങൾ ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൈ കാണിച്ച് അതൊക്കെ തരും കേട്ടോ. ഞങ്ങൾ ഏകദേശം വിയർത്ത് ഒരുവിധമായിട്ടുണ്ട്, അത്രയും ചൂടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ചൂടെന്ന് പറഞ്ഞാൽ പോരാ, അത്രയും ചൂടാണ്. ഞങ്ങൾ ഉരുകിയായിരുന്നു അതിൻ്റെ ഉള്ളിലിരുന്ന്. അപ്പോൾ അങ്ങനെ കുറേ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ പല പല സ്റ്റാളുകളുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യമുള്ളതൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് ഇവിടെയാണ്. കാരണം ലൈമ് കുടിക്കുക, ഇനി റെസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഉള്ളിൽ ഉരുകിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളം കുടിക്കുന്നത് 100% ഉറപ്പാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഡെക്കർ ഐറ്റംസ് ഒക്കെ കണ്ടുവിട്ടു, അതൊക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കണ്ട നമ്മൾ പഴയകാല ഓർമ്മകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന പലതരം മിഠായികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ മേടിച്ച് ഇങ്ങനെ നടക്കന്നെ. പിന്നെ ഇത് ബ്യൂട്ടിഫുൾ പൂക്കൾസ്. അപ്പോൾ അങ്ങനെ ഇതുവരെ എക്സിബിഷന് പോയിട്ടില്ലെങ്കിൽ വേഗം എക്സിബിഷന് പൊക്കോളൂ. അപ്പോൾ ഞങ്ങളിത് എങ്ങനെയൊക്കെ കണ്ടൊക്കെ നടക്കാം കേട്ടോ. ഒന്നും അങ്ങനെ കാര്യമായിട്ട് മേടിക്കാനൊന്നും ഇല്ല, ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. ഇനി അടുത്തത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ റൈഡിൻ്റെ അവിടെ എത്തിയിരിക്കുന്നത്. റൈഡിൻ്റെ അവിടെ എത്തും മുന്നുള്ളൊരു സ്റ്റാളാണിത്. ഈ സ്റ്റാളിൽ കയറാണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവില്ല. ഇത് എല്ലാ കൊല്ലമുള്ള അതേ സെയിം സ്റ്റാൾ തന്നെ. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ ഇനി റൈഡിലേക്ക് പോവാണ് കേട്ടോ. റൈഡിൽ ഏതെങ്കിലുമൊക്കെ റൈഡിൽ കയറണം എന്ന് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരാൾ എന്നെ കൈ പിടിച്ച് റൈഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാനിപ്പൂരി നമുക്ക് എവിടെ പോയാലും അതവിടെ ഉണ്ടെങ്കിൽ പിന്നെ അത് മസ്റ്റാണല്ലോ. അപ്പോൾ അതും ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ. ബൈ.